കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ അകർത്യമൊക്കെ മോചിച്ച് സകല രോഗങ്ങളെയും സൗഖ്യമാക്കി ജീവനെ നാശത്തുനിന്ന് വീണ്ടെടുത്ത ദയയും കരുണയും നമ്മെ അണിയിച്ച ദൈവത്തിന് നന്ദി പറയാം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം, നമ്മെ നന്നായി അറിയുന്ന ദൈവം ഓരോ ജഡത്തിനും അതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. നന്ദി പറയാം സഹോദരങ്ങളെ. കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും വേണ്ടതെല്ലാം നൽകിക്കൊടുക്കുന്ന, അവയ്ക്ക് എന്ത് വേണോ അത് നൽകിക്കൊടുക്കുന്ന, തക്ക സമയത്ത് തീൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. തന്നെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇന്ന് പകലിലും കർത്താവിന്റെ ശക്തിക്കായി നമുക്ക് കാത്തിരിക്കാം. അവിടുത്തെ പ്രവൃത്തിക്കായി കാത്തിരിക്കാം. അവിടുത്തെ കരുത്തിനായി കാത്തിരിക്കാം. എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാവും യേശുക്രിസ്തു എന്ന പുകഴുന്ന നാമത്തിന്റെ ശക്തി എല്ലായിടത്തും വീണ്ടും വെളിപ്പെടും. ആ നാമത്തെ പോലെ വലിയ നാമം. കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്ന, ഭൂതങ്ങൾ അലറിയോടുന്ന, മുടന്തർമാനിനെ പോലെ കുതിക്കുന്ന, ഊമറുടെ വായ് തുറക്കുന്ന, ചെകിടർക്ക് ചെവി തുറക്കുന്ന, കുരുട്ട് കണ്ണുകൾ തുറക്കുന്ന ആ നാമത്തിന്റെ ശക്തി ഇന്നും നമ്മുടെ മേൽ വെളിപ്പെട്ടു വന്നാൽ അസാധ്യങ്ങൾ സാധ്യമാകുകയാണ്. ദൈവമഹത്വം ഇറങ്ങുകയാണ്. ഇന്നും പ്രഖ്യാപിക്കുക, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ധൈര്യത്തോടെ നമുക്കത് ഏറ്റുപറയാം. ലൂക്കോസ് സുവിശേഷം 7:9 വളരെ പരിചയമുള്ള വാക്യമാണല്ലോ. യേശു അത് കേട്ടിട്ട് അവനിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു അത് കേട്ടിട്ട് അവനിൽ ആശ്ചര്യപ്പെട്ടു. ഈ പശ്ചാത്തലം നമുക്കെല്ലാം വ്യക്തമായി അറിയാവുന്നതാണ്. ശതാധിപന് ഒരു ദാസനുണ്ടായിരുന്നു. അവൻ ദിനം പിടിച്ച് മരിക്കാറായ ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഈ ശതാധിപൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് യേശുവിനോട് അപേക്ഷിക്കാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അടുക്കലേക്ക് അയക്കുകയാണ്. 100 പേർക്ക് അധിപനാണ്. പൊസിഷൻ വളരെ ഉണ്ടെങ്കിലും തന്റെ വിഷയത്തിന്മേൽ യേശുവിന്റെ അടുത്തേക്ക് പോയാൽ വിടുതൽ ഉണ്ടെന്നും യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നും ഈ മനുഷ്യന്റെ അകത്തൊരു വിശ്വാസമുണ്ടായി. പൊസിഷൻ നോക്കാതെ യേശുവിനോട് അപേക്ഷിക്കുക. പ്രിയരെ, നമ്മുടെ സ്ഥാനമല്ല വലുത്, വിദ്യാഭ്യാസമല്ല വലുത്, തന്ന ദൈവമാണ് വലുത്. സ്ഥാനത്തിലും ജ്ഞാനത്തിലും ധനത്തിലും പ്രശംസിക്കരുത്.
പ്രശംസിക്കുന്നവനോ ഹോവയായ ദൈവത്തിൽ പ്രശംസിക്കട്ടെ. ആയുസ്സ് നൽകി, ആരോഗ്യം നൽകി, ബലം നൽകി നമ്മെ നടത്തുന്ന ദൈവത്തിൽ എന്നും പ്രശംസിക്കാൻ നമുക്കിടയാവണം. സ്തോത്രം. എന്നിട്ട് മൂപ്പന്മാര് പറയുകയാണ്, ശതാധിപൻ തന്റെ ജനത്തെ സ്നേഹിക്കുന്നെന്നും ഒരു പള്ളിയൊക്കെ പണിയിച്ചു തന്നെന്നും ഒക്കെ പറഞ്ഞു. യേശു അവരോടുകൂടെ ശതാധിപന്റെ വീട്ടിലേക്ക് പോകുകയാണ്. പോകുന്ന സമയത്ത് വീടിന്റെ അടുക്കാറായപ്പോ ശതാധിപൻ സ്നേഹിതന്മാരെ യേശുവിന്റെ അടുക്കൽ അയച്ചിട്ട് പറഞ്ഞ, കർത്താവേ, എന്റെ വീടിന്റെ അകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാ മതി. പ്രിയ സഹോദരങ്ങളെ, അങ്ങയുടെ ഒരു വാക്ക് മതി. എന്റെ ബാല്യക്കാരൻ എഴുന്നേൽക്കും, എന്റെ ദാസൻ എഴുന്നേൽക്കും. ഇതാണ് വലിയൊരു വിശ്വാസം. അങ്ങയുടെ ഒരു വാക്ക് മതി. ആ വാക്കിന്റെ ശക്തി ഒന്ന് വെളിപ്പെട്ടാൽ മരിക്കാറായ എന്റെ സബ്ജക്റ്റ് എഴുന്നേൽക്കും എന്ന് അകത്ത് ഈ മനുഷ്യൻ ശക്തമായി പ്രഖ്യാപനം ചെയ്തപ്പോ യേശു പറയുകയാണ്, ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് പ്രസാദിക്കണം സഹോദരങ്ങൾ. നമ്മുടെ വിശ്വാസം കണ്ടിട്ട് ദൈവിക വിടുതലുകൾ ഉണ്ടാവണം. സ്തോത്രം. നമ്മുടെ അകത്ത് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? കർത്താവിന്റെ ഒരു വാക്ക്, മരിക്കാറായ എന്റെ വിഷയം, എഴുന്നേൽക്കത്തില്ലെന്ന് ലോകം പറയുന്ന വിഷയം, കൈവിട്ടുപോയ എന്റെ വിഷയം, തകർന്നുപോയ എന്റെ വിഷയം, കർത്താവേ, അങ്ങയുടെ ഒരു വാക്കു മതി എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ എഴുന്നേൽക്കും. നിങ്ങളുടെ വിഷയങ്ങൾ തുറക്കപ്പെടും. സാധ്യമണ്ഡലങ്ങളിൽ വെളിപ്പെടുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇപ്പോൾ തന്നെ തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുകയാണ്. സ്തോത്രം ചെയ്യാൻ തയ്യാറാകൂ. യേശുവിന്റെ വാക്ക് ഇന്ന് പകൽ നിങ്ങളുടെ തലമുറയുടെ മേൽ, എഴുന്നേൽക്കാൻ പറ്റാത്ത നിങ്ങളുടെ വിഷയത്തിന്മേൽ, ഒതുക്കപ്പെട്ട നിങ്ങളുടെ വിഷയത്തിന്മേൽ, തകർന്നുപോയ നിങ്ങളുടെ വിഷയത്തിന്മേൽ വെളിപ്പെടുകയാണ്. നമ്മുടെ വിശ്വാസം കത്തുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകും. യേശുവിന്റെ നാമത്തിന്റെ ശക്തി എത്ര പേർ വെളിപ്പെട്ടു വരുന്നത് കാണും. അത് നിങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോൾ നിങ്ങളത് റിസീവ് ചെയ്യണം. സാഹചര്യങ്ങളെ നോക്കരുത്. വിഷയം മരിക്കാറായി കിടക്കുകയാണ്. വിഷയം കൈവിട്ടു പോയതാണ്. വിഷയത്തിന് ഇത് വിടുതൽ കൽപ്പിക്കാൻ സാധ്യതയില്ല. പക്ഷേ അകത്ത് നിന്ന് വന്ന വിഷയം നിന്റെ സബ്ജക്റ്റിനെ എഴുന്നേൽപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. യേശുവിന്റെ വാക്ക്, ആ വാക്കിന്റെ ശക്തി, വാക്കിന് വലയിറക്കാൻ പത്രോസ് തയ്യാറായപ്പോൾ പെരുത്ത മീൻകൂട്ടം ആ പടകിലേക്ക് വന്നതുപോലെ ഇന്ന് പകൽ ആ വാക്കിന്റെ ശക്തി ഇല്ല കുടുംബങ്ങളുടെ മേൽ വരികയാ. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അതുകൊണ്ടാണ് കലാവിലെ കല്യാണ വീട്ടിൽ മറിയ പറഞ്ഞത്, അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ആ വാക്കിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. ദൈവത്തിന് മഹത്വം കരയറ്റാൻ തയ്യാറാകട്ടെ. അവിടുത്തെ പ്രവൃത്തി ഇന്ന് പകൽ തീർന്നു പോയിട്ടില്ല. തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിങ്ങളുടെ മഹത്വമുള്ള ശക്തിയുടെ വലുപ്പം ഇപ്പോൾ തന്റെ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ ഒരു വാക്ക് മതിയല്ലോ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ. അങ്ങയുടെ ഒരു വാക്ക് മതിയല്ലോ ദൈവപ്രവർത്തിക്ക്. ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. ദൈവപ്രവർത്തിക്ക് സ്തോത്രം. അങ്ങയുടെ വാക്കിന്റെ ശക്തിയാൽ ചിലത് എഴുന്നേറ്റ് വന്നിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ജീവൻ വെച്ചിരിക്കാൻ സ്തോത്രം. തുറന്നിരിക്കാൻ സ്തോത്രം. അത്ഭുതങ്ങൾക്ക് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ.
കർത്താവിൽ പ്രിയരെ, ഇന്ന് പകൽ വിശ്വസിച്ചിട്ട് പറ, അവിടുത്തെ ഒരു വാക്ക് മതി. ആ വാക്കിന്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. കർത്താവിന്റെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ